ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാളൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ, താരം മാറാൻ, മുടിയിൽ ഓവറായിട്ടുള്ള ഡ്രൈനെസ് മാറാനൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി പാക്കുമായിട്ടാണ് വന്നേക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമുക്കിത് ഒറ്റ യൂസിൽ തന്നെ മുടി കൊഴിച്ചിൽ കുറയുന്നതായിട്ടും അതുപോലെ ഡ്രൈനെസ് ഒക്കെ മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ഈ പാക്ക് തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്തിട്ട് വേണം ഈ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ സാധാരണ ഓയിൽ എടുത്ത് നമ്മൾ തലയിൽ തേക്കുന്നതിന് പകരം ഡബിൾ എഫക്റ്റാണ് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ, നമ്മൾ എന്ത് ഓയിലാണോ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഓയിൽ കുറച്ച് എടുക്കുക. ഇപ്പം ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തേക്കുന്നത്. അത് മുടിയിലും സ്കാൽപ്പിലും മൊത്തത്തിൽ തേക്കാൻ വേണ്ടിയിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. പക്ഷേ ചൂടോടെ മുടിയിൽ തേക്കാൻ പാടില്ല. അതുപോലെ തന്നെ പാത്രം ഡയറക്റ്റായിട്ട് തീയിൽ വെച്ചിട്ട് ചൂടാക്കാനും പാടില്ല. ഇതുപോലെ ഡബിൾ ബോയിൽ മെത്തേഡ് വഴി എണ്ണ ചൂടാക്കി എടുക്കുക. അത് നമ്മൾ ഹെയറിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഓയിലൊന്ന് തണുത്തതിന് ശേഷം അല്ലെങ്കിൽ വേറെ കുറച്ച് ഓയിലും എടുത്തിട്ട് വേണം നമ്മൾ മുടിയിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് എടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് പാക്ക് തയ്യാറാക്കാം. അതിന് ആദ്യം വേണ്ടുന്നത് ഒരു 3-4 തണ്ട് ഇളം പേരയില എടുക്കുക. അപ്പോൾ അത് കീടങ്ങളൊന്നുമില്ലാത്ത നല്ല ഇളം പേരയില വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഒരു മുടിയുടെ തിക്നെസ്സിനും അതുപോലെ നീളത്തിനൊക്കെ അനുസരിച്ച് എടുക്കുക. ഇതുപോലെ അടിവശത്തൊക്കെ നന്നായിട്ട് നോക്കി അതിൻ്റെ അകത്ത് ഒരു വെള്ള പൂപ്പൽ പോലൊക്കെ ഒരു സംഭവം കാണും. അതൊക്കെ ഇല്ലാത്ത പേരയില നന്നായിട്ട് കഴുകി എടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ആവശ്യത്തിന് ഒരു 5-6 തണ്ടല്ല 5-6 ഇലയോളം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുക്കുക. നമ്മൾ നോക്കിയതാണ്, ഇപ്പോൾ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുക. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ആ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അരച്ച് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ശകലം വെള്ളം എടുക്കുക. ഞാനിപ്പം നന്നായിട്ട് വെള്ളമില്ലാതെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പിഴിഞ്ഞ് അതിൻ്റെ നീര് മാത്രം എടുക്കാം. അപ്പം ഇങ്ങനെ ഒരു 4-5 തണ്ട് പേരയില അരച്ച് അതിൻ്റെ നീരെടുത്തതാണ്. അപ്പോൾ ഇത്രയും നീര് നമുക്ക് മതിയായിട്ട് വരും. അതിന് ശേഷം ഒരു 2.5 സ്പൂണ് കട്ടത്തൈര്, നമ്മുടെ വീട്ടിലൊക്കെയുള്ള കട്ടത്തൈര് എടുക്കുക. തൈര് എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയതാണെങ്കിൽ നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അളവെന്ന് പറയുമ്പോൾ മുടിയുടെ ലെങ്ത്തിനും തിക്നെസ്സിനും അനുസരിച്ച് എല്ലാ സാധനങ്ങളും വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന തൈരിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇലയുടെ അതിൻ്റെ നീര് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അത് നാരങ്ങ നീരാണ്. അപ്പോൾ ഒരു സ്പൂണോളം നാരങ്ങ നീര് അല്ലെങ്കിൽ ഒരു 3-4 ഡ്രോപ്പ് നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പം നമ്മുടെ മുടിയിലുണ്ടാകുന്ന താരൻ്റെ പ്രശ്നം, അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറാൻ അടിപൊളി പാക്കാണ്. നമുക്ക് അത്രയും ഗുണം തോന്നുന്ന രീതിയിലുള്ളൊരു പാക്കാണ്. നന്നായിട്ട് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം തലയിൽ എണ്ണ തേച്ചതിന് ശേഷം മാത്രമേ ഈ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് കാണിച്ചതുപോലെ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് കുറയുന്നതിൻ്റെ കൂട്ട് തോന്നും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി പാക്കാണ്. അപ്പോൾ എല്ലാവരും പാക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്